എത്തിയോ? ഇല്ലടോ, കുറച്ച് സമയം കൊണ്ട് എത്താനായിട്ട്. നിനക്ക് ഉറക്കം വരുവാണെങ്കിൽ നീ ഉറങ്ങിക്കോ. കുഴപ്പമില്ല. കുഴപ്പമില്ല. എടാ ഒന്ന് ബാഗൊന്നും എടുക്കോ? എന്തിനാ ഇപ്പോൾ ബാഗ് എടുക്കുന്നേ? ഇനി ഫോൺ ഓണാക്കി കൂടെ? എൻ്റെ പൊന്നു മോളെ, ചതിക്കല്ലേ. നിന്റെ അപ്പ ഇപ്പോൾ ലോകം മുഴുവൻ നിന്നെ എന്നെ ഷാൾ ഇട്ടിട്ടുണ്ട്. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നമ്മളെവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട. ഹലോ. ഏട്ടാ. ഞങ്ങൾ എത്തുന്നേ ഉള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് വണ്ടി എടുത്തതിന് ശേഷം ചായ പിടിക്കാൻ പോലെ എവിടെയും നിർത്തിയിട്ടില്ല. പിള്ളേര് നല്ല ക്ഷീണത്തിലാ. കഴിക്കാൻ എന്തെങ്കിലും കാര്യമായിട്ട് കരുതണേ. മോളെ, എനിക്കൊന്നും വയ്യ അവന് പറഞ്ഞു കൊടുക്കാൻ. അല്ല മനുഷ്യ, അവരെ കൊണ്ട് ഇങ്ങോട്ടേക്കാണോ വരുന്നേ? അല്ലാതെ ഈ കൊച്ചിനെയും കൊണ്ട് അവൻ്റെ റൂമിൽ അങ്ങനെ ചെല്ലും? ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നാളെ അവൻ വേറെ റൂം എടുത്ത് മാറിക്കോളും. മനുഷ്യ, നിങ്ങൾക്കിത് എന്തിട്ടാ സുഖ? നമുക്കുണ്ട് ഈ പ്രായത്തിലുള്ളൊരു മോളെന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. അവൾ നല്ല ചൂടിലാ. നിങ്ങളത് കാര്യമാക്കണ്ട കേട്ടോ. ഏതോ വലിയ വീട്ടിലെ കുട്ടിയാ. എന്ത് കണ്ടാണോ അവ ഈ കുരുത്തം കെട്ടവന്റെ കൂടെ? ആരാ അമ്മ ഒളിച്ചോടി പോയേ? ഈ സതീശേട്ടനും സിന്ധു ചേച്ചിയും പണ്ട് ഒളിച്ചോടി കല്യാണം കഴിച്ചതാ അല്ലേ സതീശേട്ടാ? അതൊന്നും ഓർക്കാൻ ഞങ്ങളിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് സിന്ധു. മോളുടെ പ്രായം തന്നെയാണേ എൻ്റെ മോൾക്കും. അതിൻ്റെ അവലാതി അവൾക്ക്. എല്ലാ അമ്മമാരും ഇതുപോലൊക്കെ തന്നെയാണ്. മോളുടെ വീട്ടിലോ? അമ്മേക്കാൾ അപ്പ. അപ്പ ഇത് ഒന്ന് വാ അപ്പ. അപ്പ ഓടി തുടങ്ങിയിട്ട് പോലും വാ അപ്പ. ഓടിട്ടോ അപ്പ വരാം. ഇല്ല അപ്പ വാ പ്ലീസ്, നല്ല അപ്പയല്ലേ, വാ. എന്ത് അടി ഇത്? ഇങ്ങനെ പോയാ ഞാൻ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു കേട്ടോ. അപ്പ അപ്പൻ എന്നെ കെട്ടിച്ചു വിടാൻ ധൃതിയായില്ലേ? എന്നാലും എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. ഹലോ. അപ്പ ചുമ്മാ നിന്റെ കുടുംബം വാങ്ങാൻ വേണ്ടി തമാശ പറഞ്ഞല്ലേ. അപ്പന് മോളല്ല പിന്നെ ആരുള്ളത്? എന്നെ കെട്ടിച്ചു വിട്ടാലോ ഞാൻ അപ്പനെ വിട്ടു പോകൂല. ഓഹോ, നല്ല അടിപൊളി മുഖമാണല്ലോ. നമുക്കൊരു സെൽഫി എടുക്കാം. ഒന്ന് ചിരിക്കടോ. എന്നെ കെട്ടിച്ചു വിട്ടാലോ ഞാൻ അപ്പനെ വിട്ടു. ഞാൻ ഉറങ്ങിയാലും ഡിസ്റ്റർബ് ചെയ്യല്ലേ. എനിക്ക് അപ്പനെ മടി ഇങ്ങനെ ഇഷ്ടം. അമ്മയോട് വെറുതെ ഇരിക്കാൻ പറയട്ടോ. എന്നെ ഇങ്ങനെ അപ്പ ശ്രദ്ധിച്ചോ, അപ്പം പ്രായമായിട്ടുണ്ട് കേട്ടോ. മുടിയെല്ലാം നരച്ചു വരുന്നുണ്ട്. ചായ നേരം ഒത്തിരി ആയില്ലേ, ഇനിയെങ്കിലും ഒന്ന് വന്ന് കിടന്നൂടെ? ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ അവളടുത്തുള്ളവരെ തോന്നൽ. ഇന്നലെ വരെ എന്തോ ഒച്ചപ്പാടും വേളായിരുന്നു അല്ലേ? അന്വേഷിക്കാൻ ഇനി ഒരിടം ബാക്കിയില്ലടോ. എവിടെയാണോ എന്തോ. ഇനി എന്തെങ്കിലും നീ അവളെ കാണാൻ സാധിച്ചാ അവളോട് ചോദിക്കണം. അപ്പം തന്ന സ്നേഹം കുറഞ്ഞു പോയതുകൊണ്ടാണോ അവളിങ്ങനെ? ഏയ്, താൻ കരയാതടോ. തനിക്ക് ഞാനില്ലേ? നമുക്ക് നമ്മൾ വേടോ. എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു? പിടിച്ചു നിന്നല്ലേ പറ്റൂ. ഇന്നലെ ഒന്നും അറിയാത്ത പോലെ അവളെങ്ങനെ ചോദിക്കുക. അപ്പ ഞാൻ കെട്ടിപ്പോയ അപ്പം വിഷമിക്കുമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കെന്ത് വിഷമം, സന്തോഷമില്ല അവളു. പക്ഷേ പെട്ടി കെട്ടി വെച്ചിട്ടാണ് ചോദിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ലടോ. ഒരിക്കൽ അവൾക്ക് മനസ്സിലാവുമായിരിക്കും
ഏതൊരപ്പനും അമ്മയ്ക്കും സഹിക്കുന്നതിനപ്പുറമാണ് ഈ വേദന എന്ന്.